മുതിർന്ന ആളുകളുണ്ട്, മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്. ക്രൈം ഡിറ്റാച്ച്മെന്റ് ACP റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ട് പൂഴ്ത്തിയിട്ടാണ് ഇത് ചെയ്തത്. അതേ ഈ വീഡിയോ കണ്ടതാണ്. ഇത് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് അതിന്റെ പുറകെ നടന്ന് ആണ് ഇത് കിട്ടിയത്. ഇതിൽ കിട്ടിയില്ലെങ്കിൽ ഇത് ലോകം അറിയോ? നമ്മളാരെങ്കിലും അറിയോ? നമുക്ക് മനസ്സിലാവോ? ഒരാളെ സ്റ്റേഷനിൽ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഗ്രാവിറ്റി ഇത്രയും ഉണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കോ? ഈ വിഷ്വല് കണ്ടില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? അതേപോലത്തെ മർദ്ദനമല്ലേ, ക്രൂരമായ മർദ്ദനമാണ്. മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കാണാത്ത സ്ഥലത്ത് വെച്ച്, ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും അതിനേക്കാൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. കണ്ട സ്ഥലം മതിയല്ലോ, കാണാത്ത സ്ഥലത്തും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ല ഇക്കാര്യത്തിൽ. ഇതാണ് കേരളത്തിലെ പോലീസ്. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ആരോപണം ഉന്നയിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ്. മുഖ്യമന്ത്രി അല്ല, മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണവും ഇല്ല. അവരാണ് തോന്നിയതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കുന്നതും അവരെ കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിലെ പോലീസ് ഇത്രമാത്രം വഷളായ ഒരു കാലഘട്ടം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നാണം കെട്ട് നിൽക്കുകയാണ് പോലീസ്. എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സേനയാണ് പോലീസ്. സേനയ്ക്ക് മുഴുവൻ അപമാനകരമായ കാര്യമാണ്. എന്തൊരു ക്രൂരതയാണ് ചെയ്യുന്നത്. ഇത് ഈ വലിയ തീവ്രവാദികൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ്. തീവ്രവാദി ക്യാമ്പുകളിൽ അകപ്പെടുന്നവരുടെ കണ്ണു ചൂഴ്ന്നെടുക്കുന്ന കേട്ടൻ അതിനേക്കാൾ വലിയ ക്രൂരതയാണ് ഒരു ചെറുപ്പക്കാരനോട് കാണിച്ചിട്ടുള്ളത്. ഒരു വിട്ടുവീഴ്ച കാര്യത്തിലില്ല. ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതിയുടെ ഭാഗത്ത് വലിയ വിമർശനം ഉണ്ടായിരുന്നു. സുതാര്യതയില്ല എന്നാണ്